പക്ഷെ അവരത് കാരണം ഞാൻ കൈ ഒടിഞ്ഞ ഉടനെ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് അവസ്ഥ, ഒറ്റ കാര്യം ചെയ്താൽ മതി. അയ്യോ എന്ത് ചെയ്യും ഞങ്ങൾ, അപ്പൊ അവര് എന്ത് ചെയ്യും ഞങ്ങളെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം ചെയ്താൽ മതി, എനിക്കൊരു ഫുൾ സ്ലീവ് ഷർട്ട് നിങ്ങളൊന്ന് റെഡിയാക്കി വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ഞാൻ പ്ലാസ്റ്റർ കെട്ടി ഹോസ്പിറ്റൽ, ഇത് ഞാൻ കൈ ഒടിഞ്ഞ് കൈ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫസ്റ്റ് വിളിച്ചവര്. അന്ന് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒടിഞ്ഞ് പൊട്ടി അന്ന് നേരെ ഞാൻ പോയത് ഈ ലൊക്കേഷനിൽ പോയിട്ട് രാത്രി 2-3 മണി വരെ ഞാൻ ആ പരസ്യം ഷൂട്ട് ചെയ്തു. എന്നുവെച്ചാൽ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. തിരിച്ച് 2 മണിക്കൂറോളം കോഴിക്കോട്, 1 മണിക്കൂറോളം കോഴിക്കോട് യാത്ര ചെയ്ത് രാത്രി പോയി പാതിരാത്രിക്ക് ആ വേദനയോട് കൂടി തന്നെ ഷൂട്ട് ചെയ്തത്. അത് ഒരിക്കലും സാമ്പത്തികമല്ല അതിലുള്ള കാര്യം. കാരണം നമ്മൾ കമ്മിറ്റ്മെന്റ് ഡെഫിനറ്റ് തീർച്ചയായിട്ടും കാരണം നമ്മളത് കമ്മിറ്റ് ചെയ്ത കാര്യമാണ്. അത് കാരണം അവർക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ. കാരണം നമ്മൾ കാരണം വേറൊരാൾക്ക് ഒരു ഷൂട്ടിനോ അല്ലെങ്കിൽ ഒരു തടസ്സമോ ബുദ്ധിമുട്ടോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടും ഞാനത് പോയി ചെയ്തതാണ്. അതേപോലെയാണ് അതിനെ ഫോളോ ചെയ്തിട്ടാണ് ഫെഡറൽ ബാങ്കിന്റെ അജു ഞാനും കൂടെ ചെയ്ത പരസ്യം. അത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ആ പരസ്യം. അതും മുന്നേ ഓണത്തിന് വേണ്ടിയിട്ട് ഫെഡറൽ ബാങ്ക്, പിന്നെ ഫെഡറൽ ബാങ്ക് നമ്മുടെ ബാങ്കാണ്, നമ്മൾ അവരുമായിട്ടും ഒരു കണക്ഷൻ ഉണ്ട്. മൊത്തം പൈസ അവിടെയാണല്ലോ അല്ലേ? അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവരുമായിട്ടൊരു ബന്ധമുള്ളത് കൊണ്ടും ആ ബാങ്കുമായിട്ടൊരു കണക്ഷൻ ഉള്ളതുകൊണ്ടും ചെയ്തേ പറ്റും എന്നുള്ള സാഹചര്യമല്ല. അപ്പോഴും ഞാൻ വിളിച്ചു പറഞ്ഞു ഒരു ഫുൾ കൈ ഷർട്ട്. അങ്ങനെ ഒരു 4 ഫുൾ കൈ ഷർട്ടും കൊണ്ട് ഞാൻ ആ സീസണിൽ 6ഓളം പരസ്യം, 5ഓളം ഉദ്ഘാടനം ചെയ്തു. പിന്നെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ ഒരു രോഗിയെ പോലെ അല്ലെങ്കിൽ കൈയൊടിഞ്ഞ അവസ്ഥയിൽ വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ എനിക്ക് വേദന ഞാൻ ശരിക്കും അറിഞ്ഞാന്. ഇത് ഇറങ്ങി നടന്ന പരിപാടി ചെയ്തപ്പോൾ ഞാൻ അതിലങ്ങ് ആൾക്കാരും ഒക്കെ കണ്ട് എൻഗേജ്ഡ് ആയി. അല്ലെങ്കിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റർ ഇട്ടിട്ട് എൻ്റെ അടുത്ത് 3 ആഴ്ചയോളം അല്ലെങ്കിൽ 2 ആഴ്ചയോളം റെസ്റ്റ്, 2 ആഴ്ച റെസ്റ്റ് മാത്രമല്ല 1 ആഴ്ച കഴിഞ്ഞിട്ട് സർജറി പറഞ്ഞിരുന്നു. ആ 1 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സർജറി ഞാൻ മാറ്റി വെച്ച് ബാക്കിയുള്ള പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ പോയി സർജറി ചെയ്തത്. ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തൊരു സിനിമയുടെ പ്രൊമോഷൻ വന്നു. ഒറ്റ കൈയും വെച്ചിട്ട് ഈ കൈയും വെച്ച് ഡ്രൈവ് ചെയ്ത് ഞാൻ ഏകദേശം 12 മണിക്കൂറോളം വണ്ടി ഓടിച്ചു യാത്ര ചെയ്ത് പ്രൊമോഷൻ വന്നു. അപ്പൊ അത് കമ്മിറ്റ്മെന്റ് വലുതാണ്. അത് അജു പറഞ്ഞു, അത് പറഞ്ഞ എന്റെ സഹോദര കമ്മിറ്റ്മെന്റ് ആണ് ഇതെല്ലാം എന്ന് പറയുകയും ചെയ്തു കേട്ടോ. കാരണം വെച്ചാൽ ഒന്ന് അബാമിന്റെ പടം ആണ്, അന്ന് ബാഡ് ബോയ്സ് അതിന്റെ പ്രൊമോഷൻ ഉണ്ട്, രാവിലെ തിരുവനന്തപുരത്തൊരു ഉദ്ഘാടനം ഉണ്ട്. അത് അതിന്റെ പ്രശ്നം വെച്ചാൽ അതും അവര് മുന്നേ ഡേറ്റ് ഒക്കെ വെച്ച് നമ്മുടെ ഇതൊക്കെ അടിച്ച് ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ആക്സിഡന്റ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ഒരാഴ്ച 10 ദിവസത്തിനുള്ളിൽ ഷെഡ്യൂൾ ചെയ്ത സാധനങ്ങൾ, അതും 1 മാസം 1.5 മാസം മുന്നേ ഉള്ള വന്ന പരിപാടികളാണ്. അപ്പം പെട്ടെന്ന് ഇതൊക്കെ മാറ്റി ഇതാവുന്നുള്ള ഇതില്ല. അപ്പം ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോൾ എബ്രഹാം ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എങ്ങനെയെങ്കിലും രാത്രി ഈ പ്രസ് മീറ്റിന് എത്തണം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വേറെ വഴിയില്ല. അങ്ങനെ ഞാൻ ആ പരിപാടി രാവിലെ കൊച്ചിയിൽ നിന്ന് പോയി ട്രിവാൻഡ്രത്ത് ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ നിന്ന് വണ്ടി ഓടിച്ച് തിരിച്ച് കൊച്ചിയിലേക്ക് എത്തി. രാത്രി 10-10:30 മണിക്കാണ് പ്രസ് മീറ്റിന് വരുന്നത്. എന്നിട്ട് 11-11 മണിയാകുമ്പോൾ കിടന്നു. അല്ല ഞാൻ ഒരു ക്വാളിറ്റിയും കൂടെ ആണ് കേട്ടോ അതിനകത്ത്. അതൊരു ക്വാളിറ്റിയും കൂടെ എല്ലാവർക്കും അല്ല തീർച്ചയായും ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു. അല്ല ദിവ്യ? അതെ, എനിക്ക് എന്നെ ആവില്ലല്ലോ, അത് ആരും കൊണ്ടാകാത്ത സാധനമാണ് പറഞ്ഞത്. കൈ ഒടിഞ്ഞിട്ടൊക്കെ ആ വേദനയിൽ ഞാൻ ഞാൻ അവിടെ കിടക്കും. അല്ല അത് ഇവരൊക്കെ ആയിട്ടുള്ള നമുക്കുള്ള ഒരു ആത്മബന്ധമുണ്ട്. എബ്രഹാം ചേട്ടനായിക്കോട്ടെ ഷീൽ ചേച്ചിയൊക്കെ ആയിട്ട് നമുക്കൊരു ലൈക്ക് ഫാമിലി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇത്രയും ഇതായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ വന്നേ പറ്റൂ എന്നുള്ളൊരു, ഇപ്പൊ ഞാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞാൽ അവരത് മനസ്സിലാക്കി സ്വാഭാവികമായിട്ടും. കാരണം അവിടെ എല്ലാ ആക്ടേഴ്സും ഉണ്ട്. ഞാൻ വന്നാൽ ഇപ്പൊ വന്നില്ലെങ്കിൽ അവിടെ വലിയ പ്രശ്നമൊന്നുമില്ല, സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ ഞാൻ വരണം എന്നല്ല, ഞാൻ ഉണ്ടാവണം എന്ന് അവരൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് നോ പറയാൻ പറ്റാത്ത ചില സ്ഥലങ്ങളാണ് അതൊക്കെ. അപ്പം അതുകൊണ്ട് ഞാൻ അവൈലബിൾ ആയിരിക്കുക എന്നുള്ള. പിന്നെ ഒരു കൈ മാത്രല്ലേ, കയ്യിലല്ലോ നമ്മുടെ ആയുധം. നമ്മുടെ ആയുധം ഇവിടെ കിടക്കുവാണല്ലോ, എപ്പോ വേണമെങ്കിൽ ഉണർന്ന് പ്രവർത്തിക്കാവുന്ന ആയുധം. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്ന പേര് കൊടുക്കാം അല്ലേ ധ്യാനം? ഇപ്പൊ കംപ്ലീറ്റ് ആയിരുന്നു. ഒരു ആക്ടർ എന്നുള്ള രീതിയിലല്ലോ, അല്ല എല്ലാം കൊണ്ടുമാണ്, എല്ലാം കൊണ്ടും അങ്ങനെ ഒരു പേര് കൊടുക്കാൻ പറ്റുന്ന ഒരു പേരുണ്ടല്ലോ ഇപ്പൊ, ഇന്റർവ്യൂ സ്റ്റാർ. അത് വേറെ പോലെ, അതൊന്നും മാറുന്ന കാര്യമില്ല. ഫ്രൈഡേ സ്റ്റാർ, ഇന്റർവ്യൂ സ്റ്റാർ, പടക്ക സ്റ്റാർ. എന്താ നിനക്ക് എന്നെ പറ്റി പറയുന്നതിന് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല? ഒരിക്കലും അല്ല, ഞാൻ അതിനെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നത്. നാളെ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ നല്ല സക്സസ് മാറ്റി പറയില്ലേ? അപ്പൊ ഞാൻ പറയാം ഇവിടെ ബോംബ് ഞാൻ തിരിച്ചടിക്കും. ഞാൻ 2 പടം ഓടിക്കോട്ടെ, സംഭവം അങ്ങനെയല്ല.
ഇതിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റി പിടിക്കും. അത് അല്ല ഇപ്പൊ നമ്മളെ സിനിമകളായിക്കോട്ടെ, ഇപ്പം റിവ്യൂവേഴ്സ് ആയിക്കോട്ടെ, ഇപ്പം അശ്വന്ത് ഞാനും അശ്വന്തും കൂടെ ഒരു ഇന്റർവ്യൂവിൽ ഇരുന്നിരുന്നു. അശ്വന്താണ് എന്നെ മറ്റേ ബോംബ്, ഒരു കാലം വരെ ബോംബ് എന്നുള്ള പേര്, ബോംബ് സ്റ്റാർ, പടക്കം. അപ്പൊ അശ്വന്തിനെ ഫോളോ ചെയ്ത ആൾക്കാരാണ് എന്നെ ബോംബ്, പടക്കം എന്നൊക്കെ വിളിച്ചോണ്ട്. അതേ അശ്വന്ത് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോൾ എന്നെ ഫസ്റ്റ് വിളിച്ചിട്ട് ഞാൻ ഭയങ്കര രസമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ടും ഭയങ്കര ഇഷ്ടമായി, അല്ലെങ്കിൽ സിനിമ ഇഷ്ടമായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇത് പെർഫോമൻസിൻ്റെ കാര്യമൊക്കെ എടുത്ത് പറഞ്ഞാൽ അപ്പം അതൊക്കെ നല്ലത് വരുമ്പോൾ നല്ലത് അപ്രീഷിയേറ്റ് ചെയ്യും, മോശം വരുമ്പോൾ അത് തന്നെ പുള്ളി തന്നെ പറഞ്ഞല്ലോ. പുള്ളിയുടെ ഇതിൻ്റെ റിവ്യൂസ് പലപ്പോഴും നല്ലതാണെങ്കിൽ പലരും ഷെയർ ചെയ്യുകയും ഇവിടുത്തെ നടന്മാരടക്കം ഷെയർ ചെയ്താൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതേ മോശം വരുമ്പോൾ പുള്ളിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം അതിനോട് എനിക്ക് യോജിപ്പില്ല. ഇതൊക്കെ ഒരു കാലത്തിൻ്റെ മാറ്റമാണ്. ഇന്നൊരു യൂട്യൂബ് ചാനലിൽ ആർക്ക് വേണമെങ്കിലും സിനിമയിൽ അഭിപ്രായം പറയാം, എന്തും ചെയ്യാം. ചില സാധനങ്ങൾ സ്പോയിലറായി പോകാൻ പാടില്ല എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയുടെ കഥകളോ കഥയുടെ കാര്യങ്ങളോ കൂടുതലായിട്ട് പറയുമ്പോൾ അത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ അത് റിവീൽ ചെയ്യുന്നതിനോട് എനിക്ക് ഇതുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ എന്നാൽ ഇന്റർവ്യൂവിന് പറഞ്ഞപ്പോഴും പേഴ്സണൽ ആയിട്ടുള്ള ഇത് വളരെ പേഴ്സണലായിട്ട് നമ്മൾ ചെയ്യരുതെന്നുള്ള സാധനത്തിനോടും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓരോ പേരിട്ട് വിളിക്കുക, അതൊക്കെ ഞാൻ അശ്വന്തിനോട് തന്നെ നമ്മൾ ആ ഇന്റർവ്യൂവിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ സംസാരിച്ച വിഷയങ്ങൾ. പിന്നെ അതൊക്കെ എങ്ങനെ അപ്പോൾ കാരണം അത് മാനസിക വിഷമം ഉണ്ടാക്കും ആൾക്കാർക്ക്. അപ്പം ആ രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ് ഇട്ട സമയത്ത്, ആ പടത്തിനെ പറ്റി പോസിറ്റീവ് ഇട്ട സമയത്ത് ഞാൻ താഴെ കമന്റ് ചെയ്തിട്ടുണ്ട് അശ്വിനെ താങ്ക് യു എന്ന്. എന്നെ സ്ഥിരമായി തെറ്ററിയല്ല, ഞാൻ പറഞ്ഞ സ്ഥിരമായി എൻ്റെ സിനിമകളോടും നമ്മളോടും മോശമാണെങ്കിൽ മോശമെന്ന് പറയും, നല്ലതാണോ നല്ലതും പറയുന്ന ആളാണ്. ബുള്ളറ്റ് ഡയറീസിനെ പറ്റി നല്ലത് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ കാര്യം ചെയ്യുക, നമ്മുടെ പ്രവർത്തന മേഖല എന്താണോ നമ്മുടെ ജോലി ചെയ്തു പോവുക എന്നുള്ളത് മാത്രമല്ല. ആ സക്സസ് ഇതൊക്കെ ഫോളോ ചെയ്യും, വരും. നല്ലത് വരുമ്പോൾ നല്ലത് വരട്ടെ, വരുമ്പോൾ വരട്ടെ. തീർച്ചയായിട്ടും വരുമ്പോൾ വരട്ടെ, ഒരു മാറ്റവും ഇല്ല. എന്തായാലും ധ്യാന്റെ സംസാരമാണല്ലോ എപ്പോഴും, അല്ലേ? ധ്യാന്റെ ഇന്റർവ്യൂ ഒക്കെ കാണാറില്ല? ഇന്റർവ്യൂ കാണേണ്ടതില്ല, അല്ലാതെ തന്നെ ഞങ്ങൾ അത്യാവശ്യം സംസാരിച്ചിട്ടുണ്ട്. അല്ല, നിങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചേക്കും? അല്ല, ജയിലർ കഴിഞ്ഞിട്ട് ഇപ്പൊ ജയിലറിന്റെ നല്ല റിവ്യൂ ഒക്കെ ഒന്ന് കേട്ടാണല്ലോ, അല്ലേ? ഞാൻ ശ്രദ്ധിക്കാറില്ല, കണ്ടില്ല. അതെ, കാണാത്തത് നല്ലതാ. ഈ സിനിമയിലേക്ക് വന്നുമ്പോ ഇപ്പൊ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞു, ഭാര്യ ഭർത്താവ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ സിനിമയിലെ കോൺസെപ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പൊ കേട്ടിരുന്നു, നല്ലൊരു സബ്ജക്റ്റാണ് അത്. ഒരു സ്വകാര്യതയിലേക്ക് ഒരാളുടെ കടന്നുകയറ്റമാണല്ലോ ഈ സബ്ജക്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പോൾ ഈ സിനിമയിൽ ഐ മീൻ ആദ്യം ഇത് പറഞ്ഞപ്പോൾ തന്നെ കഥ കേൾക്കുമ്പോൾ കുറേ പേര് ഇതിൽ വിക്ടിം ആവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ എനിക്ക് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തൊരു സീനിൽ പറയുന്നുണ്ട്, നമ്മളിതിന് ഇമ്പോർട്ടൻസ് കൊടുത്താലല്ലേ നമുക്കിത് എഫക്റ്റ് ആവത്തുള്ളൂ. നമ്മളെന്തിനാ ഇത്, നമുക്ക് ഫേക്കാന്ന് അറിയാമല്ലോ, ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങളും തെറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് വെറുതെ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? ദാറ്റ് ഇസ് എ മെയിൻ, that's a whole idea about this. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.